ഒന്ന് കുത്തി മറിഞ്ഞാലോ? അല്ലേ വേണ്ട, ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോട്ടെ. എന്തായാലും കളരി വിളക്ക് തെളിഞ്ഞതാണോ, കുന്നത്ത് സൂര്യൻ ഉദിച്ചതാണോ, മാനത്തൂന്നെങ്ങാണം വന്നതാണോ, ഇനി വല്ലവനും കയറി എടുത്തിട്ട് മെതിച്ചതാണോ, ഒന്നും അറിയാൻ വയ്യ. ദേഹത്ത് ഭയങ്കര വേദനയാ. ആ ജീവ, ഒളിമ്പിക്സിന് കളരിപ്പയറ്റ് മത്സരമുണ്ട്. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് 2 പേരെ കൊണ്ടുവന്നുണ്ട്. ഒരുത്തൻ എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റിയാ ഒന്ന് സഹായിക്കണം. അപ്പൊ വലിയ പഠിക്കാനൊന്നുമില്ല, ബാക്കി ഞാൻ അവിടെ ഒന്ന് പഠിപ്പിക്കാം. അവിടെ ആദ്യം വേണ്ടെന്ന് പറഞ്ഞാൽ ചക്ക വെട്ടിട്ട് 6 ഉരുക്കണം. അതാ ചക്ക വെട്ടിട്ട് 6 ഉരുക്കണം, കച്ച കെട്ടി 6 ഉടുക്കണം. ബാക്കി ഞാൻ ഒരു കോള്. ഹലോ 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 ഹലോ, നമസ്കാരം. നമസ്കാരം. ഈ കരളെ കുരുക്കളാണോ? കരളെ കുരുക്കളാണ്. ഞാനപ്പോ അത് ഓപ്പറേഷനൊക്കെ ചെയ്ത് മാറ്റി. അതല്ല ഞാൻ ചോദിച്ചത്, ഈ കളരി അടി കുത്ത് അടി ഇതൊക്കെ പഠിപ്പിക്കുന്ന ആശാനാണോന്നോ? അത് ഞാൻ അങ്ങനെയുണ്ടോ? ഇപ്പൊ അവിടെ പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഫ്രീ ആണോ? അല്ല, ഈ ഒരു ദിവസം പോലും പഠിപ്പിക്കുന്നത് ഫ്രീ അല്ല, പൈസക്കാ. അതല്ല ചോദിച്ചത്, ആശാൻ അവിടെ ഫ്രീ ആണോന്ന്. ഇന്ന് ഞാനിവിടെ ഫ്രീയാ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും കേട്ടോ. അപ്പൊ ഞാനിവിടെ ഇതെല്ലാം മാറ്റണോ? അയ്യോ വേണ്ട, ഞാൻ അങ്ങോട്ട് വരും. പോരെ പോരെ, കുഴപ്പമില്ല. അതിനിടയ്ക്കൂടെ പെണ്ണുമ്പിള്ളയുടെ ഒരു കോള്. ഹലോ ഡി, നീ പറയുമ്പോൾ ഈ പ്രാവശ്യം കേരളം വിട്ടുള്ള കളിയാ. കപ്പും കൊണ്ടേ ഞാൻ വരത്തുള്ളൂ. 2 പേരെ നിന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും നീ എന്നെ ശല്യം ചെയ്യരുത്, പ്ലീസ്, കേട്ടല്ലോ. ഇവനെന്താണ് പിന്നെയും വിളിക്കും, പിന്നെ തരുന്നില്ല കേട്ടാ. എന്താണാവേ? ഹലോ ഹലോ. അതെ, കുറച്ചു മുമ്പ് ഞാനാ വിളിച്ചതേ. ഞാൻ വിളിച്ചിട്ട് വെക്കാൻ നേരത്തെ ഓക്കെ പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നാ ശരി, ഓക്കെ. അതിനൊരു തീരുമാനം ഉണ്ടാവും. ആശാൻ ഇങ്ങനെ ഫോണും വിളിച്ചോണ്ടിരുന്നോ? എന്താ പ്രശ്നം? ഡൽഹിക്ക് പോകണ്ടേ? ഡൽഹിക്ക് പോകണം. പുതിയ അടവ് വല്ലതും ഉണ്ടോ? ഉണ്ട്, 4 ലക്ഷം രൂപ അയ്യോബിയില്. ഇവിടുന്ന് എടുത്ത പൈസയുടെ അടവല്ല ചോദിച്ചേ, ഞങ്ങളെ പഠിപ്പിക്കാൻ എന്തെങ്കിലും അടവ് വല്ലതും ഉണ്ടോന്ന് ഞാൻ ചോദിച്ചു. അതോ? നിനക്ക് മാർമ്മം അറിയാവോ? പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വെളിച്ചന്റെ തടം ഞാൻ ചെയ്തിട്ട് വന്നേ. അത് കർമ്മം. ഇതെന്തുവാ? ഇത് മർമ്മം. അതായിരുന്നോ? എടാ, ചൂണ്ട് മർമ്മം വരെയുണ്ട് ഇവിടെ. നിനക്ക് ചലിക്കാൻ പറ്റാത്ത രീതി ഞാൻ നിന്നെ ചൂണ്ടി നിർത്തും. അങ്ങനെയൊക്കെ ആണോ? നിനക്ക് ചലിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് പറ്റുന്നുണ്ട്. അപ്പൊ എന്റെ കൈയിടെയാ. അപ്പൊ അത് ശരിയാകത്തില്ല. അതങ്ങ് പോട്ടെ. നീ ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരാൾ വേണ്ടേ? ഞാൻ ഏറ്റതാ. പിന്നെ എന്നെ പോലൊന്നും അല്ല, അവന് ഭയങ്കര ബുദ്ധി. അതറിയാവോ? എന്താ പറ്റി? പറഞ്ഞു കറക്റ്റ് ടൈമിങ് വരുന്നുണ്ടോ അവൻ? ഇത് അങ്ങോട്ട് പോകാനുള്ളതാണോ? കളരി പരമ്പര ദൈവങ്ങളെ, നമസ്കാരം. അയ്യോ, അങ്ങോട്ട് പോകാനാണോ കളരി പഠിക്കാൻ? കളരി എന്നാ കുഴപ്പമില്ല. ഇത് കൊണ്ട് അങ്ങനെ പോനാ? ഞാനുണ്ടല്ലോ കൂടെ. നീ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ പറഞ്ഞില്ല ഡൽഹിയിൽ അങ്ങോട്ട് കപ്പ വാങ്ങിക്കാൻ പോകണ്ട, ഞാൻ ചിക്കൻ വാങ്ങിച്ച അവിടെ വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാ പോകുന്നത്? ആശാനിപ്പം പറയുന്നത് കേട്ടോ. അല്ല, ഇവനോട് പറഞ്ഞു ഡൽഹിയിൽ അങ്ങോട്ട് കപ്പ വാങ്ങിക്കാൻ പോകുന്നു പറഞ്ഞു. ഞാൻ ചിക്കൻ വാങ്ങിച്ചു കണ്ട പഠിക്കാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പറയുമ്പോഴേ ചെവി കേൾക്കത്തക്ക രീതിയിൽ എന്നോട് പറയണം. എന്താണ് ഈ പറഞ്ഞത്? ഞാൻ പറഞ്ഞവനെ കയറ്റി വെച്ച് നിനക്ക് ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് കൊണ്ടുപോയി കളയായിരുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഡൽഹിയിലാ പോകുന്നത്. 2 പേരും ശ്രദ്ധിച്ച് വേണം പഠിക്കാനൊക്കെ ഉണ്ട്. നമ്മൾ കളരിക്ക് പോകുന്നത് ഫ്ലൈറ്റിനാ പോകുന്നത്. അതന്നെ കളരി ഫ്ലൈറ്റ്. കളരി ഫ്ലൈറ്റ് അല്ല, കളരി ഫ്ലൈറ്റിന് പോകുന്നത് ഫ്ലൈറ്റിലാണ്. നമ്മുടെ കേരളത്തിലെ ഉള്ളി അങ്കത്തട്ട്, ഹിന്ദി അവിടെ ഹിന്ദിത്തട്ടാ. ഹിന്ദിത്തട്ട്. അതുപോലെ അവിടുന്ന് വരുമ്പോ നിങ്ങൾ അങ്കത്തട്ട് ആരും സ്വന്തമായിട്ട് മേടിച്ചോണ്ട് വരല്ലേ കേട്ടോ. ഇല്ല, വാങ്ങിച്ചോണ്ട് വരത്തില്ല. അങ്കത്തട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വരത്തില്ല. അത് നമുക്ക് കിട്ടുന്നതല്ലേ അവിടുന്ന്. എടാ, അതല്ല, അംഗം എന്ന് പറഞ്ഞാൽ എന്തുവാ? ശരീരം. അതിന് തട്ട് മേടിക്കരുതെന്ന്. അത് മേടിച്ചാൽ നിങ്ങോട്ട് വന്ന് കയറി. വിദേശത്ത് വല്ലതും പോയിട്ടുണ്ടോ പരിപാടിക്കൊക്കെ? ഉണ്ട്. ഞാനൊരു ദിവസം ചൈനയിൽ ഒരു അടിയപ്പെടുത്തത്തിന് പോയി. എന്നിട്ട് എന്നടാ ഫ്ലൈറ്റിൽ അങ്ങോട്ട് ചെന്ന് ഇറങ്ങിയതും ഒരുത്തൻ പുറകിൽ ഒറ്റ കീറ്. ഞാൻ തിരിഞ്ഞു നോക്കിയ ഒരു 10 എണ്ണത്തിന് അങ്ങ് വെട്ടി. ഒരുത്തൻ അടിച്ചെന്നെ ഇതുവരെ പറ്റിയ എന്തിനാ? മോനെ, ചൈന എല്ലാം ഒരുപോലെ ഇരിക്കും. ആരാന്ന് എങ്ങനെ അറിയാൻ? രൂപാട് വന്നില്ല. അന്ന് ഞാൻ അന്നേരം തിരിച്ചു പോന്നില്ലയോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതങ്ങോട്ട് തുടങ്ങാം. കളരിക്ക് ആദ്യം വേണ്ട എന്തു ആശാനെ? കളരിക്ക് ആദ്യം പഠിക്കാൻ പോകുമ്പോ വേണ്ടിയത് വണ്ടിക്കൂലിയാ. അതല്ലെന്ന് പ്രധാനമായിട്ട് നമുക്ക് എന്തുവാ വേണ്ടത്? പ്രധാനമായിട്ട് നമുക്ക് വേണ്ടിയത് അരയാ. അരയോ? നീ ഇന്നലെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ സിവിലിന്റെ അതുവഴിയാ വന്നേ, അരയെടുത്തായിട്ട് വരത്തില്ല. ഞാൻ ഇപ്പോഴും ഈ സംഭവം അറിയുന്നത്. നേരത്തെ പറയണ്ടേ ഞങ്ങൾ അര മേടിച്ചോണ്ട് വരത്തില്ലായിരുന്നു. ഈ അരയല്ലട പൊട്ടന്മാരെ. പിന്നെ എടാ, ഈ അര വേണം. ഇത് കച്ച കെട്ടണ്ടേ? കച്ച കെട്ടാനുള്ള അര വേണം. അതിനുള്ള അര വേണം. ഇതുകൊണ്ട് പോകാതിരിക്കാന്നല്ലേ? അയ്യോ കുഴപ്പമില്ല, ഞാൻ ഉണ്ടല്ലോ ആശാന്റെ കൂടെ, പേടിക്കണ്ട. ഇവനെ കച്ച കെട്ടേണ്ട ആവശ്യം ഒരു തൂവാലെടുത്ത് മടക്കി വെച്ചാൽ മതി. അത് പറയാരി. പിന്നെ ഈ മുടി എന്തിനാ ഇങ്ങനെ വെച്ച് കെട്ടിക്കുന്നത്? നമ്മൾ
അതൊരു സംഭവമാണ്. അത് പറഞ്ഞു. അതെല്ലാരും കെട്ടുന്ന എന്തിനാന്ന് എനിക്കറിയത്തില്ല. ഞാൻ കെട്ടുന്നത് എന്നെ വാരി നിലത്തിളക്കായിരിക്കാൻ. സംശയം അച്ഛനെ ഫസ്റ്റില് നമ്മൾ കളരി തുടങ്ങുമ്പോ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം അത് അവിടെ കൊണ്ട് വെച്ച് ആരുടെ ചോദിച്ചാൽ കട്ടിയെടുത്ത് ദേഹം കാണാൻ മുറിഞ്ഞാൽ പിന്നെ അവിടെ മാറി നിൽക്കും. അവിടെ നിൽക്കേ. ആദ്യം നമുക്ക് തൊഴിലെടുപ്പ്. തൊഴിലുറപ്പാ? എടാ നീ എന്നെ വിളിച്ച് പറയണ്ടേ? കൊട്ടയുണ്ടായിരുന്നു വീട്ടില്, ദോശയുണ്ടായിരുന്നു, പറയണമായിരുന്നു. എടാ അതല്ല, പിന്നെ തൊഴുതെടുപ്പ്. തൊഴിലെടുപ്പ് അത് ഞാൻ കാണിക്കാം. ഇങ്ങനെ ഇത് കണ്ടോ? ഇത് ഇത് ഇതാണ് തൊഴിലെടുപ്പ്. നീ രണ്ടാമത് കാണിക്കുന്നത് ശ്രദ്ധിച്ചോണം. ഇങ്ങനെ വെച്ചിട്ട് അതെന്തുവാ? നീയും ഡൽഹിക്ക് പോകും. അത് കൊള്ളാം. അതാണ് ആശ വരുന്നില്ലേ? ഡൽഹിക്ക് ആശ വരുന്നില്ലേ? ആശ നീ ഏജ് ഓവർ ആയി പോയില്ലടാ. ഇല്ല പയറ്റി നാശമാക്കിയാൻ വന്നേന്. നമ്മൾ രണ്ടും മതിയുടെയൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പരിപാടി നമുക്ക് ഇന്ന് പഠിക്കുമല്ലേ ഇവിടെ? അതെ അതെ. അച്ഛനെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സംശയം ചോദിക്കാം. ചോദിച്ചോ. ആദ്യം നമ്മൾ ഇത് തൊഴിലെടുപ്പ് തുടങ്ങി, പിന്നെ നമ്മൾ അടവ് എന്തുവാ? അടവെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം 18 EMI. 18 EMI എന്ന് പറഞ്ഞാൽ അടവ്. 18 അടവ്. 18 അടവുണ്ട് നമുക്ക്. മനസ്സിലായില്ലയോ? ഈ മോതിര കടവെന്ന് പറയാ? ആ മോതിരം കടവാ, ചെയിൻ കടവാ, മാല കടവാ. അയ്യോ അല്ല, ഇതിനകത്ത് അങ്ങനെ സംഭവം ഉണ്ടല്ലോ ഈ കളരിക്കകത്ത്. അടാ അത് ഓതിര കടകം. രണ്ടിലോട് എംസാൻ ഇറക്കിയിട്ടേക്കുന്നേ. അതെന്താ? പൂഴിക്കടകൻ. പൂഴിക്കടം പഠിക്കണ്ടേ? ഇതിന് പൂഴി ഇപ്പൊ കിട്ടുവോ? ഈ കളരി പഠിക്കുന്ന നിബന്ധനകളല്ലോ ഉണ്ടോ? പിന്നെ നിബന്ധനയുണ്ട്. എന്താ ഉണ്ട്? അതായത് നമ്മൾ ആദ്യം സൂര്യാസ്തമയം അത് കാണണം. എന്നിട്ട് സൂര്യഭഗവാനെ വണങ്ങണം. അതിന് നമ്മൾ കന്യാകുമാരി പോയി ഷെഡ് കെട്ടി 2 മാസം അവിടെ താമസിക്കണം. സൂര്യൻ ഉദിക്കുന്നിടം മുതൽ അസ്തമിക്കുന്നിടം വരെ സൂര്യ നമസ്കാരം. അപ്പൊ ഇത് അഭ്യസിക്കണ്ടേ? രാത്രിയിൽ ഇപ്പൊ ഉറങ്ങണ്ടേ? കാല് ഞാൻ വെട്ടും. ഇത് പഠിക്കണ്ടേ? ഒഴിവുണ്ടോ? ഉണ്ട്. ഞായറും നിങ്ങൾ ഞാൻ വിടില്ല. അയ്യോ അതല്ലെന്ന്, മറ്റേ ഈ അടി വരുമ്പോ ഒഴിവുണ്ടോ? അതോ നീ എന്നെ വേറെ നിടിച്ചേ അല്ലോ. രണ്ടാമതുണ്ട്. അല്ല ഞാൻ പറഞ്ഞു അടിച്ചത് അവൻ എന്നെ അടിച്ചേ. ഇനി ഞാൻ പറഞ്ഞു തീരട്ടെ. അടിക്കണമെന്ന് ഞാൻ പറയുമ്പോ അടിച്ചാ മതി. ഇനി ഒന്ന് ഇടിച്ചേ. പറയട്ടാ പറഞ്ഞു തീരുന്നതിനും പേടിക്കാം. ഞാൻ നിന്ന് റെഡി ആകണ്ടേ? ഇടിച്ചേ. ഇതല്ലോ അല്ലോ. അത് കള്ള തായ് നോക്കി ഇത് ചിരിക്കുവാന്ന്. ഇത് അടിക്കേ. ഞാനൊരു സംശയം ചോദിക്കാം. ഈ അപ്പച്ചിയും മക്കളും വെട്ടാൻ വന്ന അപ്പച്ചിയും മക്കളും വെട്ടാൻ വന്ന അപ്രതീക്ഷിതമായിട്ട് ഒരാൾ വെട്ടാൻ വന്ന നമ്മൾ എന്ത് ചെയ്യും? ഒരാൾ വെട്ടാൻ വരുവാണെങ്കിൽ നിന്ന് കൊള്ളുകയേ ഉള്ളൂ. അത് കാരണം നമ്മൾ അറിയിച്ചിട്ടല്ലല്ലോ അവൻ വരുന്നത്. അറിയത്തില്ല. കുമ്പ് വല്ലതാണോ? പിന്നെ അതിനകത്ത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് തേങ്ങായി വരച്ചിട്ട് ചില വൻപയർ ഇട്ട് തോരൻ വെച്ച് തിന്നാൻ നല്ല. ഞാൻ ചോദിച്ചതല്ല, കുമ്പു. ഓ എന്തോ പറച്ചടാ പറഞ്ഞേ. നീ കളരി പഠിക്കണ്ട. 10 കുമ്പ് പഠിച്ചതിന് കൊഴിയാവില്ലോ. ഏറ്റ കളിയാന്നല്ലോ. എന്തോടി ഞാൻ പറഞ്ഞില്ല, ഡൽഹിക്ക് പോകാൻ പഠിക്കുന്ന കാര്യം പറഞ്ഞില്ലയോ? എടുത്തോണ്ട് വരാം. ഓ വീട്ടിൽ നിന്ന് ഭാര്യ വിളിച്ചാ സ്വർണം കൊണ്ടേ ചെല്ലാവേ. അല്ലോ അപ്പൊ രണ്ടുപേരുടെ ഉത്തരവാദിത്വം ഇനിയും വളരെ ശ്രദ്ധിക്കണം കേട്ടോ. സ്വർണം കൊണ്ടേ വരാവൂ. അയ്യോ അതല്ല, ഞാൻ പണം എടുത്ത് വെച്ചിട്ടുണ്ട് അവളെ സ്വർണം. അതും വൃത്തിയായിട്ട് പണി കാണിക്കും. അച്ഛനെ വടി ഇങ്ങനെ കറക്കുന്ന സംഭവം അതൊന്ന് പഠിപ്പിക്കും. വടിവേല അറിയോ? പിന്നെ എനിക്കറിയാം തമിഴ്നാടൻ വടിവേലു. അത് വടിവേലു. ഇത് വടിവേല. അതിങ്ങനെ കറക്കും കണ്ടോ? മാറി നിൽക്കും. ഇന്നാൾ ഞാൻ തന്നെ എന്റെ തലക്കടിച്ച കറക്കുമ്പോ നമ്മുടെ കയ്യിൽ നിന്ന് പോയ എന്ത് ചെയ്യും? നിന്ന് കൊള്ളണം. എടാ നിന്റെ കയ്യിലിരുന്ന കമ്പല്ലേ എന്തിനാ കളയാൻ പോലെ? അത് തടയാൻ പറ്റത്തില്ലേ? തടയാൻ പറ്റത്തില്ല. കയ്യിൽ നിന്ന് പോയില്ലേ? മാറി നിൽക്കും. നമ്മള് ഇടത് കൈ നോക്കുക. അല്ലെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വീട്ടിൽ നിന്ന് വൈഫ് വിളിച്ചോളാ ഓർത്തത്. കഴിഞ്ഞ ദിവസം ചേച്ചിയോട്ട് എന്തോ വീട്ടിൽ അത്ര വഴക്കെന്തുവായിരുന്നു? എന്റെ ഇടവേ ദീപാവലിക്ക് അന്ന് 10 പടക്കം മേടിച്ചു. പൊട്ടിക്കാൻ സമ്മതിക്കത്തില്ല. അതായിരുന്നു വഴക്ക്. അതെന്തുവാ? ആ കാശ് കൊടുത്ത് മേടിച്ചല്ലേ എന്തിനാ പൊട്ടിച്ച് കളയുന്നേന്ന്. അത് കഴിഞ്ഞ് കുളിക്കാൻ സോപ്പ് ചോദിച്ചപ്പം പറയാ പറപ്പിച്ച് കളയാൻ ഇവിടെ ഇല്ലെന്ന്. എന്തോ ചെയ്യാനെന്ന് പറ. എന്താ കാണിക്കുവാ? ഈ സുറുമി എടുത്തൊന്നും കറക്കട്ടെ. അവര് അന്തം തള്ളം എല്ലാം പറയും. ഇതാണോ ഇത് ഉറുമി? ഇതെവിടെ കാണുന്നു. ഞാൻ പറഞ്ഞു ഇതൊക്കെ ദേഹത്ത് വേദനയാണെന്നറിയോ? എടാ ഇതെന്തുവാന്നറിയോ? അതറിയാം. സംഭവം എന്താ അറിയാം? എന്തുപോലെ വാളും കൊണ്ടുള്ള പരിപാടിയാ. ഏതെങ്കിലും ഒരുത്തൻ ചാവും. അപ്പൊ റീത്ത് വെക്കണ്ടേ? 3 റീത്തായി. രണ്ടുപേരും പൊക്കോണം. നിങ്ങളൊരു കാര്യം ചെയ്യും. ഞാനിപ്പോ ഇത്രയും പഠിപ്പിച്ചില്ലേ, നിങ്ങൾ രണ്ടും കൂടെ നല്ലൊരു ഫൈറ്റ് കാണിച്ച്. വാള് വെച്ചാണോ? വാളോ ഇഷ്ടമുള്ള എടുത്തു. ദേഹം പറഞ്ഞാൽ ഞാൻ അന്നേരം കൊണ്ടുപോകും ആശുപത്രി. റീത്ത് എടുത്തോട്ടെ. റീത്ത് എടുത്തോർന്നോട്. റീത്തോ പരിചയം. വെട്ട്. അയ്യോ ഞങ്ങ വെട്ട്.
ഇനി വാള് കളഞ്ഞിട്ട് കൈ കൊണ്ടായിക്കോട്ടെ. എന്താ പിടുത്തം പിടിച്ചോ. വിളി അടി അടി. അകത്ത് നിർത്തിക്കേ. നിർത്തടാ. ഇത് ലോക്ക് അഴിക്കേ. അയ്യോ, ഞാൻ ഇതാ പേടി, ഞാൻ ഓർത്തതേ ഉള്ളൂ. എടി ഇങ്ങനെയൊക്കെ പിടിച്ച് ലോക്കിടരുത്, എനിക്കത് അഴിക്കാറിയത്തില്ല. ഒന്നുമനെ എനിക്കിത് അറിയാം. പിന്നെ എങ്ങനെ അഴിക്കും? എങ്ങനെ അഴിച്ചു മാറ്റാൻ നോക്ക്. ഇതെന്തോ എടുത്താടാ ഇത്. ചേടാ, ഞാൻ പറഞ്ഞു നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ കളരിയാശാനൊന്നും അല്ലേ? ഞാൻ കളരിയാശാനാണോ? പിന്നെ കളരി എന്ന് പറഞ്ഞാൽ ഞാൻ നിലത്തെഴുത്താശാനായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം വെട്ടും കുത്തും മതിയെന്ന് അങ്ങനെ തുടങ്ങിയൊരു പ്രസ്ഥാനമായത് ഇതാ. കൊള്ളാലാശാന ഇത്. പിന്നല്ലാതെ എനിക്ക് ജീവിക്കണ്ടടാ, ജീവിക്കാൻ ഒരു മാർഗം വേണ്ടേ? അത് കൊള്ളാം. അപ്പൊ ഉടായിപ്പായിരുന്നല്ലേ? സത്യം.